ഏയ് എന്താ വന്നത്? ഇവിടുത്തെ തമ്പുരാട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? അല്ല, ഇവിടെ ആളെ തട്ടിക്കൊണ്ടുപോകാനും ബലമായി കല്യാണം നടത്താനുമൊക്കെ കൊട്ടേഷൻ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാ പിന്നെ അതൊന്നറിയാമെന്ന് വിചാരിച്ചു വന്നതാ. അതെ, ഈ തട്ടിക്കൊണ്ടുപോകൽ മാത്രമല്ല, വേണ്ടി വന്ന കൊല്ലാൻ കൊട്ടേഷൻ എടുക്കും. കണ്ണോ? എന്നാ പിന്നെ കണ്ടുകളയാം. നിനക്ക് പറ്റുന്ന ഒന്ന് ചെയ്തു നോക്ക്. അതെ, മഹേന്ദ്രൻ അങ്ങനെ വെറും വാക്ക് പറയില്ല. കൊല്ലൂന്ന് പറഞ്ഞാ കൊന്നിരിക്കും. വെറുതെ തടികേടാക്കാതെ സ്ഥലം വിടാൻ നോക്ക്. ചാവാൻ കണക്കാക്കി നടക്കുന്ന എന്നെ നീ എന്ത് ചെയ്യാനടാ? കാണണോ? ചുമ്മാ ഓലപ്പാമ്പ് കാണിക്കാതെ മാറട ചക്ക. എനിക്ക് കാണേണ്ടത് നിന്നെയല്ല, അവളെയാ, ആ കലാവതിയെ. അകത്തേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. വിടടാ. ഒരിക്കൽ ഒരുത്തനെ കൊന്ന് അറപ്പ് മാറിയ കയ്യായത്. വെറുതെ ബലം പ്രയോഗിക്കാൻ നിൽക്കല്ലേ മഹേന്ദ്ര. കൈയിടറാം, കൈയിടറാം. കള്ളനും കൊലപാതകിക്കും എന്താ കലാവതിയുടെ വീട്ടിൽ കാര്യം? കള്ളനല്ല, പിന്നെ കലാവതിയെ പോലെ കള്ളത്തരം കാണിച്ച് ശീലവുമില്ല. പിന്നെ കൊലപാതകം അത് ചെയ്തതാ. ഈ കൈകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിവർത്തി കെട്ടപ്പോൾ ചെയ്തു പോയതാ. ഞാൻ അങ്ങനെയാ. എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് തോന്നിയ എന്തും ചെയ്യും ഞാൻ. എന്നാ പിന്നെ അനന്തകൃഷ്ണന് ചെയ്യാനുള്ളതൊക്കെ അങ്ങ് ചെയ്യ. ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? കുറഞ്ഞ പക്ഷം ഒരു കത്തിയെങ്കിലും കരുതായിരുന്നു. ഇപ്പൊ ഒന്നും കരുതിയിട്ടില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഞാൻ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി വരും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അതൊന്ന് പറഞ്ഞിട്ട് പോകാനാ വന്നത്. അതെ, ഞാൻ മക്കളെ പോലെ കാണുന്ന കുട്ടികളെയാ നീ പിടിച്ചുകൊണ്ടുപോയി വിലപേശിയത്. ഇനി അതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചു എന്നറിഞ്ഞാൽ അതിന്റെ കാരണക്കാർ ആരായാലും അവസാനിപ്പിക്കും ഞാൻ. ഇങ്ങനെ കൊല്ലും തിന്നുന്നൊക്കെ പറഞ്ഞ് പലരും പേടിപ്പിച്ചിട്ടുള്ളതാ എന്നെ. അപ്പോഴൊക്കെ ദാ ഇങ്ങനെ കരിങ്കല്ല് പോലെ നിന്നിട്ടുണ്ട് കലാവതി. പിന്നെ താൻ ഈ മക്കളെ പോലെ കാണുന്ന ഈ സെന്റിമെന്റ്സ് മക്കളെ പോലെയല്ലേ, അല്ലാതെ മക്കളല്ലല്ലോ. അതല്ല, ഇനി വല്ല കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നോ ചന്ദ്രസേനനുമായിട്ട്? ദേഹത്ത് തൊട്ടാ വെട്ടും ഞാൻ നിന്റെ കയ്യ. വെട്ടിക്കളവന്. കത്തിയുടെ വായ്ത്തലക്കല്ല, കത്തി പിടിക്കുന്ന കൈക്കാ മൂർച്ച വേണ്ടത്. അത് നിനക്കും നിന്റെ ചേച്ചിക്കും ഇല്ല. മേലിൽ മണവാളനാകാനുള്ള മോഹവുമായിട്ട് നീ അമൃതയുടെ മുന്നേ വരരുത്. വന്നാ നിന്നെ തീർക്കാൻ എനിക്ക് വെട്ടുകത്തിയുടെ ഒന്നും ആവശ്യമില്ല.
കൈത്തഴമ്പ് മതി. ഇനി ഒരു കൊലപാതകത്തിന് കോപ്പ് കൂട്ടും മുമ്പ് താൻ പോവും അനന്തകൃഷ്ണ, പഞ്ചരത്നം വിട്ട്. ഈ നാട് വിട്ട് ഓടും താൻ. കണ്ടോ, അതെന്റെ മിടുക്കായിരിക്കും. പിന്നെ കല്യാണം, അതും താൻ കണ്ടോ? അമൃതയ്ക്ക് വേണ്ടി താലി പണിയിച്ച് വെച്ച് കഴിഞ്ഞു എന്റെ അനിയൻ. അത് അമൃതയുടെ കഴുത്തിൽ കെട്ടാൻ ഒത്തില്ലെങ്കിൽ കെട്ടാ ചരക്കായി നിൽക്കും ആയുഷ്കാലം അമൃത. നടക്കില്ല കലാവതി. നിന്റെ ഇത്തരം മോഹങ്ങളൊന്നും നടക്കില്ല. എന്റെ മകന്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം അമൃത അവന്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.